പാണ്ടിക്കുഴി വ്യൂ പോയിന്റിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. വ്യൂ പോയിന്റിലോട്ട് അങ്ങോട്ട് കുറച്ചുകൂടെ പോകണം. ഇവിടെ വണ്ടിയൊക്കെ കൊണ്ടുവരുന്നത്. കുറച്ച് വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട്. ഇവിടെ ഒരു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആനസവാരി ഉണ്ട് ഇവിടെ. പിന്നെ ഒരു ഷോപ്പുണ്ട്, ഒരു കോട്ടൺ ഹൗസ്. അത് ആനസവാരി, അതിനുള്ള ടിക്കറ്റ് എടുക്കുന്നത്. ഇതാണ് വ്യൂ പോയിന്റിലോട്ട് പോകുന്ന വഴി. ഇത് ശരിക്കും ഇപ്പം ഈ താഴെ ഭാഗമൊക്കെ തമിഴ്നാടിൻ്റെ അധീനതയിൽപ്പെട്ട സ്ഥലമാണ്. നമ്മൾ കടന്നു പോകുന്നതൊക്കെ അതിലെ കൂടെയാണ്. ഒരു ഓഫ് റോഡാണ്. ഇങ്ങനെ നടന്നു പോകാനൊരു സുഖമുണ്ട്. നമ്മളതിൽ ഉളുപ്പൂണി പോയതിനെക്കാട്ടി ഭേദം കേട്ടോ. അയ്യോ, പൊടിക്കകത്ത് കുളിച്ചു പോയി. അവിടെ ഇടപാട് കയറും. മുന്നോട്ട് പോയി നോക്കാം നമുക്ക്. വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന ആൾക്കാരാണ്. ഇവിടെ നടന്നു പോകുന്നവരവര്. അതും രസമല്ലേ അല്ലേ? അവിടുന്ന് കുറെ കൂടെ മുന്നോട്ട് പോകാനുണ്ട്. ഒരു 1/4 കിലോമീറ്റർ പോകാനുണ്ട്. ശരിക്കും ഇതിപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. ഈ മുകളിലോട്ടുള്ള ഭാഗമാണ് കേരളം. താഴെ ഇങ്ങോട്ട് ഈ ഭാഗം, ഈ ഇല്ലിക്കാടും കുന്നംകുളച്ചക്രം, ഇതെല്ലാം കുന്നംകുളച്ചക്രം എന്ന് പറഞ്ഞ് കുഴപ്പമായി പോയോ. ഇല്ലിക്കാട് കണ്ടു. അങ്ങനെ ഞാൻ ഒരു രസത്തിന് അങ്ങ് പറഞ്ഞു കേട്ടോ. തമിഴ്നാടാണ്, തമിഴ്നാട് ഫോറസ്റ്റായത്. ഇപ്പോൾ ആൾക്കാർ കുറവാണ്. ഇടദിവസം ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ. ഇത് തമിഴ്നാട് കൂടെ തന്നെയുള്ള വഴിയാണ്. കേരളം ആ ഇല്ലിക്ക് മുകളിൽ, ആ മുകളിലത്തെ റോഡ്. എന്നാ ഒരു ലവർ ക്യാമ്പ്. തമിഴ്നാട്ടിലെ ഈ പുളിമരം ഒരുപാടുണ്ട്, തെങ്ങും ഉണ്ട് ഇപ്പം ഇഷ്ടം പോലെ. പിന്നെ അവര് കൃഷിക്കായിട്ട് ഒരുക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് അതെല്ലാം. ഇവിടുന്നാണ് നമ്മൾ പണിക്കുഴിക്ക് അവിടെ തിരിയുന്ന വഴി കേട്ടോ. ഇത് മുകളിലേക്ക് ആൾക്കാരൊക്കെ താമസിക്കുന്നു, തോട്ടങ്ങളൊക്കെ മുകളിലോട്ടുള്ളത്. വണ്ടിക്കുഴിയിലോട്ട് തിരിയുന്ന ഇതാണ്. ഈ ഇല്ലിക്കടയിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോകും. കുറേ ഓഫ് റോഡ് ചെയ്യുന്ന ജീപ്പുകാരൊക്കെ ഇല്ലേ, അവരുടെയൊക്കെ ഒരു കേന്ദ്രമാണ് ഇവിടെ. അതുകൊണ്ട് ഈ വഴിയൊക്കെ കിടക്കുന്നുണ്ട്. ഒരു അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. നല്ല വ്യൂ ആണ്. ഇനിയിപ്പോൾ കുറേശ്ശെ കാണാം. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നന്നായിട്ട് കാണാം. കുറച്ച് പിള്ളേരൊക്കെ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. യൂട്യൂബ് ചാനലാണ്. എൻ്റെ കാഴ്ചകൾ വിനോ ഇടുക്കി.
വിനോ ഇടുക്കി. പിള്ളേർ ഭയങ്കര കോമഡിയാ. നിങ്ങൾ ഇവിടെ ഉള്ളവരാണോ? വലിയപാറ. ആ ഹാ ഹാ. അങ്ങനെയുണ്ട് ഇവിടെ കാഴ്ച? അടിപൊളിയാ അല്ലേ? ആ ഹാ കൊള്ളാം. ഇപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ. വിനോ KC അടിച്ചാൽ മതി. വിനോ KC അടിച്ച് 1K ആകുമ്പോൾ ചിലവ് നമ്മൾ ചെയ്തേക്കാം. ഓക്കെ. പേരെന്നാ പറഞ്ഞേ? ജോബി. അപ്പൊ കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു 5-6 സബ്സ്ക്രൈബേഴ്സും കൂടെ കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 വീഡിയോ പെൻഡിങ് കിടപ്പുണ്ട്. ഏതായാലും ഈ ആഴ്ച നമുക്ക് നോക്കാം. ആ ആയിക്കോട്ടെ. അവർക്ക് ഈ ആഴ്ച തന്നെ ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യുമെന്നാണ് അവർ ചോദിക്കുന്നത്. നമ്മൾ ചെയ്ത ഒരു 2-3 എണ്ണം പെൻഡിങ് കിടപ്പുണ്ട്. തമിഴ്നാടിന്റെ കാഴ്ചകൾ കണ്ടോ? കൂഴല്ലൂർ, കമ്പം, തേനി ഒന്നും പറയണ്ട, അട്ടാറ് കാഴ്ച. അതുകൊണ്ടോ അവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ കണ്ടോ? തമിഴ്നാട്ടിലെ മാണ്ടിക്കുഴി കാഴ്ച. നമ്മളേതായാലും ഈ താഴോട്ട് ഒന്ന് ഇറങ്ങി നോക്കാം. നല്ല സ്ലിപ്പിങ്ങാണ് ഇവിടെ എല്ലാം. പാറക്കെട്ടാണേ. ഇത് കാണുന്ന കൈയും കാലും പിരിപിരിക്കും എന്ന് പറഞ്ഞ പോലെ എൻ്റെ ആ പൊന്നെ എന്നാ ഒരു വ്യൂ ഒന്ന്. ആ പിള്ളേർ നേരത്തെ പോയി ഇരുന്നു ആ പാറയുടെ മുകളിലാണ്. അടിപൊളി കാഴ്ച കേട്ടോ. നമ്മള് മുല്ലപ്പെരിയാറ്റിൽ നിന്ന് പോകുന്ന വെള്ളമൊക്കെ പോകുന്ന കണ്ടോ? അത് കണ്ടോ? അത് കുമിളി പോവാം. അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് ഇവിടെ ഒരുപാട് കാഴ്ചയല്ലേ. ഈ കാണുന്ന തമിഴ്നാട് വ്യൂ കാഴ്ചകളൊക്കെയാണ് ഇവിടെ കൂടുതലും. നല്ല കാറ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട്. തമിഴ്നാട് ഫോറസ്റ്റ് ഉണ്ടോ? ഇവിടെ നോക്കുമ്പോഴത്തേക്ക് പച്ച ഒരു വല്ലാത്തൊരു ഇതില്ലേ കാണുന്നല്ലേ. അത് ചെല്ലാർകോവിൽ മേടിന്റെ ആ ഭാഗമാണ്. അപ്പുറം കാണുന്ന വ്യൂ ഒക്കെ. എന്നായാലും നല്ല കാഴ്ചയല്ലേ. പിള്ളേർ ഇതിലെയൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വഴിച്ചാലടിച്ചിട്ടൊക്കെ നോക്കി. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കങ്ങ് കണ്ടകടാകം കത്തിപ്പോകും. എന്നാ പറഞ്ഞാലും ഇവിടുത്തെ വ്യൂ പോയിന്റിന് വേണ്ടിയിട്ട് ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് സൺസി മാത്യു എന്ന് പറഞ്ഞ ആള് 15 ലക്ഷം രൂപ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ഒക്കെ കൂടെ നല്ലൊരു വ്യൂ പോയിന്റ് ആക്കാൻ വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്, ഗവൺമെന്റിൽ നിന്ന്. അതിന്റെ പണികളും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ തന്നെ തുടങ്ങുമായിരിക്കും. നല്ലൊരു വ്യൂ പോയിന്റ് ആയിരിക്കും ഇവിടെ. മുകളിലോട്ട് പോയാലും അങ്ങനെ തന്നെയാണ് കാണുന്നത് ഇവിടെയൊക്കെ. അങ്ങനെ പഞ്ചായത്തും ഗവൺമെന്റും ഒക്കെ ആയിട്ട് വികസനം കൊണ്ടുവരട്ടെ. അന്നേരം ടൂറിസ്റ്റുകളൊക്കെ കൂടുതലായിട്ട് വരും, വരുമാനം കൂടും, ഇടുക്കിയുടെ അന്തസ്സ് ഉയരും. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ എവിടെ നിന്നാലും നമുക്ക് നല്ല കാഴ്ച, സൂപ്പർ കാഴ്ചയാണ്. നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ അല്ലേ, എന്നെ കൂടെ കാണാമല്ലോ അല്ലേ. മാണ്ടിക്കുഴി വ്യൂ പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാഴ്ചകൾ? തമിഴ്നാട് കാണാവോ? ഇവിടെ സ്റ്റിക്കൊന്ന് വലിച്ചു വെച്ചാലോ? ഇവിടെ ലെങ്ത് ആയി കേട്ടോ അല്ലേ. പറയാതിരിക്കാൻ നല്ലല്ലേ. അടിപൊളി കാഴ്ചയല്ലേ. ഇവിടെയൊക്കെ നല്ല വികസനം വരണം കേട്ടോ. എന്നാലേ ഇവിടെയൊക്കെ ശരിയാവുള്ളൂ. ഈ സൈഡിൽ കൂടെ ഒക്കെ വേലി കെട്ടി നല്ലൊരു പാസേജിങ് സംവിധാനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ആ അറ്റം മുതൽ ഈ അറ്റം വരെ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമല്ലേ അവിടെ. അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരുന്നു.
തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങൾ കണ്ടോ? വെയിലടിച്ച് കിടക്കണ്ട, അവിടെ ശരിക്കും കാണില്ല. അത് ഗൂഡല്ലൂർ ടൗൺ ആണ്. അല്ലല്ല, അത് ഗൂഡല്ലൂര്. അതിന്റെ അപ്പുറത്ത് കണ്ടോ, അപ്പുറത്ത് കാണാവോ, അത് കമ്പം. ഇത് നമ്മളെ കുമളിയിൽ നിന്ന് ഫസ്റ്റിൽ ഇറങ്ങി വരുമ്പോൾ ലോവർ ക്യാമ്പ്, അതാണത്. മുന്നോട്ട് പോയാലും ഒരുപാട് വേറെ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഇല്ലിമുളം കാടുകളും ഇതിന്റെ ഒരു കരച്ചിലിട്ട് ഈ ഇല്ലി കിരി 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 അത് നോക്കണം കേട്ടോ. ക്യാമറയിൽ നല്ല കറക്റ്റായിട്ട് ആ സൗണ്ട് കേൾക്കാം. ഇതിലേക്ക് ഒരു ഊട് വഴിയൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ട്. ഇത് കാഴ്ചകളൊന്നും തീരുന്നില്ല. ഇടുക്കി അതിസുന്ദരിയല്ലേ. ഇവിടുത്തെ കാഴ്ചകൾക്ക് വല്ല പഞ്ഞമുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടോ ഉളുപ്പൂടി പോയപ്പോ, അയ്യോ അതൊരു കാഴ്ച, ഒന്നൊന്നര കാഴ്ച കേട്ടോ. അവിടുത്തെ ആ മലമേടുകളും കാര്യങ്ങളൊക്കെ. ഇത് ഓഫ് റോഡ് ജീപ്പുകാരുടെ ഒരു കേന്ദ്രം ഇവിടെ. പിന്നെ വഴി മുന്നോട്ട് തന്നെ. വെയിലടിച്ച് ഇങ്ങനെ ഇതായി വരുമ്പോൾ നല്ല രസമുണ്ടല്ലോ. നമ്മൾ കടന്നു വന്ന വഴി അത്. അവിടെ നിന്നൊരു വണ്ടി വരുന്നത് ഓഫ് റോഡല്ല, എന്തോ ആവശ്യത്തിന് പോയ വണ്ടിയാണ്. മുന്നോട്ടുള്ള വഴി അത്രത്തോളം രസം പോരാ. കിളികളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ, കൊച്ചു കൊച്ചു കിളികളൊക്കെ. ഈ ഓഫ് റോഡ് ചെയ്യുമ്പോൾ അങ്ങ് പോകും കേട്ടോ കുറെ. ഇതിങ്ങനെ ചുറ്റി വളഞ്ഞ് കിടക്കുക. ഇപ്പോൾ നേരം വൈകുന്നേരം ആയതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ തൽക്കാലം അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണേ. കാരണം എന്ന് വെച്ചാൽ ഈ വഴി നടന്നിട്ട് തീരുന്നില്ല. എങ്ങോട്ട് നോക്കിയാലും ഒരുപോലെ തന്നെ. ഈ ജീപ്പിന്റെ വീൽപ്പാട് മാത്രമേ കാണാറുള്ളൂ. അതാണ് സംഭവം. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. കാണാറല്ലേ, നടന്നു വരുന്നത് കാണാമല്ലോ. മോൾക്കട ഒരു വഴി ഉണ്ട്. പിള്ളേർ പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഉളുപ്പൂണി പോയിന്റ് 2-3 കൂടെ പെൻഡിങ് കിടക്കുക. അവിടുത്തെ റിസോർട്ടൊക്കെ ചെയ്തില്ല, അവര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇത് പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് ചോദിച്ചായിരുന്നു. പഞ്ചായത്ത് മെമ്പർ വീഡിയോ ആയോ? നല്ല അടിപൊളി കാഴ്ചയില്ലേ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇവിടെ നമുക്ക് ഈ വ്യൂ കാണാനുള്ളൂ കൂടുതൽ. പിന്നെ ഈ ഇല്ലിയൊക്കെ ഇങ്ങനെ കാറ്റത്ത് കിടന്ന് കരയുന്ന സൗണ്ട് കണ്ടു. അവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, നോക്കാം. അവിടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്, അതേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. നല്ലൊരു വണ്ടി കിടക്കുന്നുണ്ടോ, ഇവരിവിടെ കാണാൻ വന്നാണ്.
വ്യൂ പോയിന്റ് കാണാൻ പോകുന്ന ആൾക്കാർ. അപ്പോൾ പാണ്ടിക്കുഴിയുടെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടല്ലോ. കുറച്ചേ നമ്മൾ കണ്ടുള്ളൂ. ബാക്കി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.